നമ്മൾ തമ്മിലൊരു രൂപ സാദൃശ്യം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്നത്. സൈനുദ്ദീനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തത് തോന്നി. എപ്പോഴും ഷോയ്ക്ക് പോയി ഒരു സാധനം വാങ്ങിക്കണമെന്നില്ല, വേറൊരാൾക്ക് കൊടുക്കണമെന്നില്ല. സൈനുദ്ദീൻ എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്കും അതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൈനുദ്ദീനോട് വന്നിട്ട് പറയണം. സൈനുദ്ദീനും സിദ്ദീഖ് ആരൊക്കെയുണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പടത്തിലോട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സൈനുദ്ദീനോടാ പറഞ്ഞത്, നല്ല മോനോടാ പറഞ്ഞത്. സൈനുദ്ദീൻ നിനക്ക് രക്ഷപ്പെടണമല്ലേ, രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ പെട്ടോ, കഴിഞ്ഞാൽ പിന്നെ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് സമയം, രക്ഷപ്പെട്ടോളാം, ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. സിദ്ദിഖും ലാലും സൈനുദ്ദീനും കൂടെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ മാസ്റ്ററും കൊണ്ട് പോവുക ഒരു പ്രശസ്തനായ ഒരു ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്. സൈനുദ്ദീൻ പറഞ്ഞു, റേറ്റൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 1000 രൂപ പ്രതീക്ഷിച്ചു, കാരണം 500-ന്റെ ലെവലിലാണല്ലോ നിൽക്കുന്നത്. പുള്ളി പറഞ്ഞു 20,000 രൂപ എന്ന് പറഞ്ഞു. 20,000 രൂപ മാസ്റ്ററിന് സൈനുദ്ദീൻ പറഞ്ഞു. അപ്പോൾ ഉടനെ 20,000 രൂപ, പിന്നെ നിങ്ങളിപ്പോൾ 25,000 ഒക്കെ കൊടുത്ത് എടുക്കണല്ലേ, നമ്മുടെയും കാസറ്റ് അതുപോലെ പോണല്ലേ എന്ന് പറഞ്ഞു. ഓരോ മിമിക്രി കലാകാരന്മാരും ഒരു ജുബയ്ക്കുള്ളിൽ കയറി സ്റ്റാൻഡ് മൈക്കിന് മുന്നിൽ നിന്ന് അവനവന്റെ അനുകരണ കളരി അഭ്യാസങ്ങൾ പുറത്തെടുക്കാൻ കൊതിച്ച് 80കളുടെ തുടക്കകാലം. അന്ന് അതിന്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കലാഭവനിൽ തദ്ദേശവാസിയായ ഒരു കൊച്ചിക്കാരനും കൂടെ കുടിയേറി. അനുകരണത്തിൽ അനുഗ്രഹീത നടനായിരുന്ന മധുസാറായിരുന്നു ആ കലാകാരന്റെ തുറുപ്പിയിട്ട്. സ്വതസിദ്ധമായ ഒരു സംഭാഷണ ശൈലി ഉള്ളതിനാൽ സ്കിറ്റുകളിലും ഏറെയായിരുന്നു കയ്യടികൾ. മിമിക്സ് പരേഡിൽ നിന്നും മോളിവുഡിലേക്കുള്ള ഡബിൾ പ്രൊമോഷനുകൾ നിർബാധം ആരംഭിച്ച അക്കാലത്ത് ഈ മിമിക്രിക്കാരന്റെ അരങ്ങേറ്റം പക്ഷേ ചിരിച്ചിത്രത്തിലൂടെ ആയിരുന്നില്ല. ആർട്ട് ഹൗസ് മൂവികളുടെ പ്രയോക്താവായിരുന്ന PA ബക്കർ എന്ന അതുല്യനായ സംവിധായകന്റെ ചാപ്പ എന്ന ചിത്രത്തിലൂടെ അയാൾ സിനിമയിലെത്തി. സയാമീസ് ഇരട്ടകളിലെ ദാസൻ, കാവടിയാട്ടത്തിലെ നരിയമ്പറമ്പിൽ മാത്തുക്കുട്ടി, ആലഞ്ചേരി തമ്പ്രാക്കളിലെ പുരുഷോത്തമൻ, പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ ഇൻസ്പെക്ടർ, ഹിറ്റ്ലറിലെ സത്യപാലൻ, തന്റെ സിഗ്നേച്ചർ ചിരിയുടെ അകമ്പടിയിൽ പിന്നീട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച എത്രയെത്ര കോമഡി ക്യാരക്ടറുകൾ. അഭിനയ ജീവിതം ഏറെ ഹ്രസ്വമായിരുന്നെങ്കിലും ഓർത്തോർത്ത് ചിരിക്കാൻ ഒട്ടേറെ നർമ്മ നിമിഷങ്ങൾ സമ്മാനിച്ച നിഷ്കളങ്ക ഹാസ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഓർമ്മയിലെന്നും സൈനുദ്ദീൻ. എടോ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന് നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയും സാർ. തൊഴിലാണ് എന്റെ ചോറ്, ആ ചോറിനോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ജിമ്മി, നിന്റെ തോക്കും കൊച്ചു വിച്ചാത്തി ഒക്കെ എടുത്തോ, ആളെയും കൂട്ടിക്കോ. ഇനിയെങ്കിലും പറയൂ, നമ്മൾ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്? കണ്ട ആപ്പൂപ്പ പടമൊന്നുമല്ല, അവാർഡ് കൂടെ. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ? അയ്യോ, ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല, തമ്പുരാനാവാൻ വന്നതാ. പിന്നെ ഈ വഴിക്ക് എന്റെ പണം ചെലവായിട്ടുണ്ട്. എന്റെ മകളുടെ ജാതകം ജോലിച്ചരല്ലേ ചെയ്തു, ആ ജാതകം കൊച്ചുകൃഷ്ണന് നന്നായി ചെയ്തു പറയണം. അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല. ഷേർഷ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി. യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സൈനുകയുടെ ഓർമ്മകളുമായി ഓർമ്മയിലെന്നും സൈനുദ്ദീൻ എന്ന ഈ ലക്കത്തിൽ ആദ്യം എത്തുന്നത് മലയാളത്തിന്റെ പ്രഗത്ഭനായ ഒരു അഭിനേതാവാണ്, നായകനാണ്, നിർമ്മാതാവാണ്. സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ. അദ്ദേഹം സൈനുകയോടൊപ്പം അഭിനയിച്ചിട്ടുള്ളൊരു ചിത്രം വളരെ ചരിത്രമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഏറെ ബഹുമാനത്തോടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയമ്പിള്ള രാജു ചേട്ടൻ. താങ്ക് യു രാജേട്ടാ വന്നതിൽ. ഞാനിപ്പോൾ ആമുഖം പറഞ്ഞപ്പം പറഞ്ഞു ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള സിനിമയിൽ സൈനികയോടൊപ്പം അഭിനയിച്ച ആളെന്ന്. ഒരുപക്ഷെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നതിന് മുമ്പ് ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ഭുതമാണ്. ചിലപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാത്തതായിരിക്കും. എങ്കിലും സയാമീസ് ഇരട്ടകൾ എന്നു പേരുള്ളൊരു സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങി. അത് വയറൊട്ടിയിരിക്കുന്ന വലിയതായിട്ടുള്ള പ്രായപൂർത്തിയായ 2 ആളുകളുടെ കഥയാണ്. അതിൽ സയാമീസ് ഇരട്ടകളായി അഭിനയിച്ചത് ഒരേ മുഖച്ഛായ ഉണ്ടെന്ന് ആ സിനിമയിൽ നമുക്ക് തോന്നുന്നു. അങ്ങനെ അഭിനയിച്ചിട്ടുള്ളത് മണിയമ്പിള്ള രാജചേട്ടനും സൈനികയുമാണ്. ആ സിനിമ ഒരു വലിയ അത്ഭുതമാണ്. ഒരു സിനിമ മുഴുവൻ നമ്മൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുക, ഒന്നിച്ച് അഭിനയിക്കുക എന്നൊക്കെ മറ്റുള്ള പല പടങ്ങളിലും പറയാറുണ്ടെങ്കിലും
നിങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച പോലെ ഒരു സിനിമ മുഴുവൻ വേറെ ഏതെങ്കിലും രണ്ടുപേർ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്, അല്ലേ? അതെ, ആ സിനിമ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അത് നമുക്ക് ഇരുന്നിട്ട് പറയാം. ആ. അപ്പൊ സൈനിക്കാൻ എപ്പോഴാണ് ആദ്യം പരിചയപ്പെട്ടതും കാര്യങ്ങളും ഒക്കെ? ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് കിഴക്കൻ പത്രോസ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അഭിനയിച്ച പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും. അപ്പം പലരും പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് രൂപ സാദൃശ്യമുണ്ട്, പിന്നെ പ്രായത്തിന് ഏതാണ്ടൊക്കെ അടുത്ത് വരും, പിന്നെ അയാളുടെ നക്ഷത്രവും പൂരിട്ടാതി, എൻ്റെ നക്ഷത്രവും പൂരിട്ടാതി. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയും ചെയ്തു നമ്മളെല്ലാം ഒന്നുപോലെയല്ല, അപ്പോൾ മരിക്കുമ്പോഴും നമ്മൾ ഒന്നിച്ചായിരിക്കും മരിക്കുന്നതെന്ന് തമാശക്കൊക്കെ അന്ന് പറഞ്ഞത്. സ്റ്റേജുകളിലുള്ള സൈനികനെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതിന് മുമ്പ്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പിന്നെ കാസറ്റുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കരമാണ്. അപ്പം പലരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പുള്ളി സ്ഥിരം മധുസാറിനെ ചെയ്യുമായിരുന്നു. മെയിൻ ഐറ്റം മധുസാറായിരുന്നു. സിനിമകളിലും അത് അനുകരിച്ചിട്ടുണ്ട് പല സിനിമകളിലും. ഈ കിഴക്കൻ പത്രോസ് ഡബ് ചെയ്തപ്പോഴത്തേക്കും ഒരു സീനിൽ ഞാനാണെന്ന് വിചാരിച്ച് ഞാൻ സൈനുദ്ദീനെ ഡബ് ചെയ്തു. ഒരു നൈറ്റ് സീനാണ്. ഒരു സീനിൽ വന്ന് ഡയലോഗ് പറയുന്നത് ഞാൻ അങ്ങ് ഡബ് ചെയ്ത് തീർന്നപ്പോഴാണ് ഡയറക്ടർ നിങ്ങൾ ഇത്ര നേരം ഡബ് ചെയ്ത് സൈനുദ്ദീനാണ് അപ്പുറത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ. അതൊരു നൈറ്റ് സീനിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൈനികയുടെ ഒരുപാട് ഓർമ്മകളെ കുറിച്ച് ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വരാനായിട്ടുണ്ട്. രാജേട്ടാ സ്വാഗതം, ഇരിക്കും. താങ്ക് യു. ഈ രൂപസാദൃശ്യം പറഞ്ഞാൽ തോന്നും, എന്നാൽ നിങ്ങൾ കൊണ്ട് ശൈലി കൊണ്ടോ തനി കൊച്ചി ഭാഷയാണ് സൈനികയുടേത്. രാജചേട്ടന് തിരുവനന്തപുരത്തിന്റെ ഒരു ഈണവും താളവും ഒക്കെയാണ് ഉള്ളത്. എങ്കിലും ഈ രൂപസാദൃശ്യവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വലിയ പരീക്ഷണമല്ലേ അന്ന് സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്ന? തീർച്ചയായിട്ടും ഇസ്മയിൽ എന്നുള്ള ഡയറക്ടർ ചെയ്തത് ഭയങ്കര പരീക്ഷണം തന്നെയാണ് സംഭവം. പിന്നെ അത് ചിത്രീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളായിരുന്നു. ഉദാഹരണം, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഷർട്ട് ഇട്ടുള്ള സീനിൻ്റെ അകത്ത് മറ്റേ വെൽക്രോ വെച്ചിട്ടുള്ള ടേപ്പ് ചുറ്റിയിരുന്നു. എൻ്റെ വയറിൻ്റെയും പുള്ളിയുടെ വയറിൻ്റെയും നമ്മുടെ മോളിലെടുത്തു. ആ മോളിലെടുത്ത പട്ടൺ റഷീദായിരുന്നു. അദ്ദേഹം അല്ല ആ പടത്തിൻ്റെ മേക്കപ്പ് മാനെങ്കിലും ഒരു സ്പെഷ്യൽ എഫക്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളി വന്നിട്ട് അത് രണ്ടും എടുത്തിട്ട് അതിനെ ഒന്നിച്ച് തച്ച് അത് നമ്മുടെ ദേഹത്ത് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ രണ്ടും ഇങ്ങനെ കാലകറ്റി നിൽക്കുമ്പോൾ അടിയിൽ കൂടെ ഒരു ബെഞ്ച് ഇങ്ങനെ നീക്കിയിട്ടിരുന്നു, കൊച്ച് ഒരടി വീതിയുള്ള ബെഞ്ച്, അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ സാക്രിഫൈസിങ് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, സൈനുദ്ദീൻ മുറുക്കും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു വേർപ്പ് സൈനുദ്ദീൻ ഇഷ്ടപ്പെടില്ലായിരിക്കും, അല്ലെങ്കിൽ സൈനുദ്ദീൻ്റെ വേർപ്പ് ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ തമാശ പറയും, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു സംഭവം. അല്ല, ശരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വയറ് തമ്മിൽ ഒട്ടിച്ചാൽ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്തുനിന്ന് മുഖം തമ്മിൽ കണ്ടോണ്ടിരിക്കണ്ടേ? അതാണ് പരസ്പരം മുഖം എത്ര ദിവസം ഇത്ര അടുത്ത് നിങ്ങളുടെ മുഖം കണ്ടോണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് അത് മാത്രമല്ല, നമ്മൾ ഈ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഹോളിവുഡിൽ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്ലോറിനകത്ത് ഷൂട്ട് ചെയ്യണപ്പോൾ ഇത് നമ്മൾ റിയൽ ലൊക്കേഷനിൽ എറണാകുളത്ത് ഓരോ ലൊക്കേഷൻ പോകുമ്പം ആൾക്കാരുടെ പരിഹാസം ഭയങ്കരമായിരുന്നു. ഇവനെയൊക്കെ വേറെ ജോലി നാണം കൊല്ലില്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാർ പരിഹസിക്കുകയായിരുന്നു. അതെ, അപ്പോൾ ഞാൻ ചിലരുടെതൊക്കെ പറഞ്ഞു വേറെ പിഴപ്പാണ്, ഇത് നമ്മുടെ തൊഴിലാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്ക് ഒരു വയറേ ഉള്ളൂ, അതിന്റെ പിഴപ്പാണ്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് അത്ഭുതകരമായ കമൻറ്റ് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. വിളിച്ച് പറഞ്ഞു കൊടുത്തത് സത്യനന്ദിക്കാണ്ടിടത്താണ് പറഞ്ഞു കൊടുത്തത്. പുള്ളി പറഞ്ഞു എനിക്ക് സയാമീസ് അങ്ങനെ ഈ പടമൊക്കെ പോയി കണ്ടല്ലോ എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ ഒരാളല്ല. അദ്ദേഹം പറഞ്ഞത് സയാമീസ് ഇരട്ടകൾ രണ്ടുപേര് ഒട്ടി നിൽക്കുന്നത്, പ്രസവിച്ചു വന്ന് ഒട്ടിയിരിക്കുന്നത് രണ്ടുപേര്. അച്ഛൻ നാരായണൻ നായർ കോഴിക്കോട് ഭാഷ, അമ്മ മീന ഗണേഷ് ഷൊർണൂർ ഭാഷ. ഈ സയാമീസ് ഇരട്ടകളാണെങ്കിൽ ഒന്ന് പക്ക തിരുവനന്തപുരം, ഒന്ന് പക്ക മട്ടാഞ്ചേരി. ഇങ്ങനത്തെ ഒരു അത്ഭുത കുടുംബം ഞാൻ കണ്ടിട്ടില്ല എന്നറിഞ്ഞ് പുള്ളി. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ശരിയാ, ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഷയെങ്കിലും ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയോ അത് കൈവിട്ട് പോയ സംഭവമാണ്. അദ്ദേഹം പറഞ്ഞ സത്യമുണ്ട്, ഈ 5 പേരും 5 ഭാഷത്തെ. പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ തികഞ്ഞ ദാരിദ്ര്യത്തിനകത്ത് നിന്നാണ് ആ പടം എടുത്തത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളും ആ പടത്തിനുണ്ടായിട്ടുണ്ട്. അല്ലെ, മണിയമ്പിള്ള രാജചേട്ടൻ അന്ന് ആ പടത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ മണിയമ്പിള്ള രാജചേട്ടൻ ഏതാണ്ട് 80കളുടെ തുടക്കം തൊട്ട് അതിന് മുമ്പോട്ട് സിനിമയിലുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നതിന് മുമ്പ് തന്നെ മണിയമ്പിള്ള രാജചേട്ടൻ നിർമ്മാതാവാണ്, വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. സൈനിക ആ സമയത്ത് മിമിക്രിയിൽ വളരെ സ്റ്റാറാണ്, മിമിക്രിയിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ ഈ സമയത്ത് ഇങ്ങനൊരു പടം വരുമ്പോൾ ഇതിൽ വലിയ പ്രാധാന്യം 2 പേർക്കും ഉണ്ട്. അതെ, മണിയമ്പിള്ള രാജചേട്ടൻ കുറച്ചുകൂടെ സിനിമയിൽ വേണമെങ്കിൽ സീനിയറാണ്. ആ സമയത്ത് സൈനിക സിനിമയിൽ
ജൂനിയർ ആണ്. ആ. അപ്പൊ അങ്ങനെ ഒരു കൺസേൺ രാജേട്ടന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അത് എനിക്ക് ഇവരെല്ലാം പറഞ്ഞു നമ്മൾ തമ്മിലൊരു രൂപ സാദൃശ്യം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ചെയ്യണം. സൈൻസിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തത് തോന്നി, ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട്. ലൊക്കേഷനിലും നിങ്ങൾ ഈ പറഞ്ഞ എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ അനുഭവിക്കൽ, ഇങ്ങനെ ഈ ബെഞ്ച് വെച്ച് തരലും ഇരിക്കലും കാര്യങ്ങളും ഒക്കെ? ഒരു 35 ദിവസത്തോളം ഉണ്ടായിട്ടുണ്ട്. ഓ, അത്രയും ദിവസം ഉണ്ടായിട്ടുണ്ട്. അത്ര ഒരു പക്ഷേ രാജേട്ടൻ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. അല്ല, എല്ലാ സിനിമകളും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് എൻജോയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ വലിയ എൻജോയ് ചെയ്തു. പക്ഷെ എന്നാലും ആ പടം ചിലരെങ്കിലും കാണുകയും ചിലരെല്ലാം അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. പിന്നെ സൈനിധിന് ഞാനും സുഹൃത്തുക്കളാണ് ഇതിനു മുമ്പ് തന്നെ. ഞാൻ ഒരു പ്രാവശ്യം എന്തോ ദുബായിൽ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്തോന്നും ഒരു സാധനം സൈനിധിന് കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ അതിൻ്റെ റിവഞ്ച് എന്നോണം സൈന്യത്തിന് എപ്പോൾ പ്രോഗ്രാമിൽ പോലും വെളി വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ. ഓ, ആ റിവഞ്ച് പുള്ളി ചെയ്ത് കളഞ്ഞ. എനിക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ പുള്ളിക്ക് പല പ്രാവശ്യം ചെയ്യാൻ പറ്റി. അവർ സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന കാരണം എപ്പോഴും ദുബായിക്ക് പോവാം. എപ്പോഴും ഷോയ്ക്ക് പോയി ഒരു സാധനം വാങ്ങിക്കണമെന്നില്ല, വേറൊരാൾക്ക് കൊടുക്കണമെന്നില്ല. സൈന്യത്തിന് എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്കും അതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. അപ്പൊ രാജേട്ടാ, ഞാൻ ഇനി സാധാരണ ഇവിടെ ഓരോ അതിഥികളൊക്കെ ആയിട്ടാണ് വരലും പോലും ഒക്കെ. ഓക്കെ. പക്ഷേ ഇനിയൊരു 3 പേരെ ഞാൻ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അതില് സിനിമ സംവിധാനം ചെയ്ത ആളുണ്ട്, ഇപ്പോഴും സ്റ്റേജിൽ സജീവമായിട്ടുള്ള ആളുണ്ട്, സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളുണ്ട്. ഇവരുടെ എല്ലാം പൊതുവായ ഒരു കാര്യം, ഇവർ 3 പേരും സൈനികയുടെ വലിയ സുഹൃത്തുക്കളാണ്. സൈനികയോടൊപ്പം വേദികളിൽ നിന്നിട്ടുള്ളവരാണ്, ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ളതാണ്, ഒന്നിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർ 3 പേരും ഒന്നിച്ചുള്ള ഒരു കാലഘട്ടത്തിലെ കഥകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കഥകളാണ്. സൈനികയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ ഇവർ 3 പേരും പൊതു കഥാപാത്രങ്ങളാണ്. അവരെ 3 പേരെ ഞാൻ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ഇവർ തെളിച്ച വഴിയിലൂടെ നടന്നാണ്, മിമിക്രിയിലൂടെ നടന്നിട്ടാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം കലാകാരന്മാർ പിന്നീട് ഉപജീവനം കണ്ടെത്തിയതും വന്നതുമെല്ലാം. ആദ്യമായി കേരളത്തിൽ മിമിക്രി എന്ന പേരിൽ 4 പേര് നിരന്നു നിന്ന ആ കാലം മുതൽ ഇപ്പോൾ വരെ വളരെ സജീവമായി നിൽക്കുന്ന 3 ആളുകൾ. ഏറെ ബഹുമാനത്തോടു കൂടി ഈ ഫ്ലോറിലേക്ക് 3 പേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രിയപ്പെട്ട കലാഭവൻ അൻസാറുക്ക, കലാഭവൻ റഹ്മാനുക്ക, ശ്രീ KS പ്രസാദേട്ടൻ. മൂന്ന് പേർക്കും സ്വാഗതം. പ്രസാദേട്ട, അൻസാറുക്ക, റഹ്മാനുക്ക. ഒരുപാട് കഥകളിൽ ഞാൻ ഫീൽഡിലേക്ക് വരുന്ന സമയം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ സൈനികമായിട്ട് ഒരുപാട് വേദി പങ്കിടാനോ കാണാനോ പരിചയപ്പെടാനോ എന്നുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ആളല്ലേ. പക്ഷെ നിങ്ങളുടെ കഥകൾ നമ്മുടെ ഒരു പക്ഷേ ഈ സിനിമയിലുള്ള ആളുകളുടെ ഇത്തരത്തിലൊരു പരിപാടി വരുന്നതിന് മുമ്പ് തന്നെ മിമിക്രി സദസ്സുകളിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഇവരുടെ കഥകൾ കേട്ടാൽ ഏറ്റവും കൂടുതൽ കഥകളിൽ ക്യാരക്ടറായിട്ടുള്ള ഒരാൾ സൈന്യത്തിനാണ്. ഒരുപാട് ഇൻസിഡൻസ് അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് പറയുന്നുണ്ടാവും. 81 സെപ്റ്റംബർ 21 ആദ്യമായിട്ട് കേരളത്തിലൊരു മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ സൈനുക്ക എപ്പോഴാണ് ഇതിലേക്ക് വന്ന് കയറുന്നത്? ഒരു വർഷം കഴിഞ്ഞു, 82 സൈന്യത്തിന് വരുന്നത്. വർക്കിച്ചമ്പേട്ട പോയപ്പോ 2 പേര് വന്നതാ, എൻ എഫ് വർഗീസും സൈന്യത്തിനും. വർക്കിച്ചമ്പേട്ട എന്ന് പറഞ്ഞ ആദ്യത്തെ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ പോയപ്പോ എൻ എഫ് വർഗീസും സൈനിക്കും കലാഭവനിലോട്ട് വന്ന് കയറി. പിന്നെ എത്ര നാളുണ്ടായിരുന്നു സൈന്യത്തിന്? ഒരു 89 വരെ ഉണ്ടായിരുന്നു. 89 അതോ 90 വരെ ഉണ്ടായിരുന്നു. ഞാൻ 90 വരെ ഉണ്ടായി. അതായിരുന്നു സൈന്യത്തിന് ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. സൈന്യത്തിൻ്റെ സ്റ്റേജ് കോമഡി എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനേക്കാളൊക്കെ കൂടുതൽ ഞങ്ങൾ ഈ വണ്ടി കയറിയാൽ ഈ സ്ഥലം എത്തുന്നവരെ, തൃശ്ശൂരാണോ കോഴിക്കോടാണോ തിരുവനന്തപുരമാണോ, അവിടെ എത്തുന്നവരെ ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു സൈന്യത്തിന്റെ ഏറ്റവും വലിയ തമാശക്കാര്. അവരെ ചിരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അത് ഭയങ്കരമാണ്. സൈനുദ്ദീൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്കും റഹ്മാനും ഒക്കെ സൈനുദ്ദീനെ അറിയാമായിരുന്നു. കാരണം സിനിമയിലാണോ കലാഭവനിൽ വരുന്നത്? ഇല്ല, നേരിട്ട് സാധാരണ ലൈഫിൽ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ. റഹ്മാന്റെ ജസ്റ്റ് സീനിയർ ആയിട്ടായിരുന്നു സൈനുദ്ദീൻ UC കോളേജിൽ പഠിച്ച. UC കോളേജിൽ ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. പ്രിഡിഗ്രി കൊച്ചിൻ കോളേജിലായിരുന്നു. ഡിഗ്രിക്ക് മഹാരാഷ്ട്രയിൽ വന്നു. അപ്പോൾ ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ മത്സരങ്ങൾക്ക് പോകുമായിരുന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കൂടാതെ KSUവിൻ്റെ ഒരു സംസ്ഥാന മത്സരമുണ്ട്. അതിന് എനിക്ക് മിക്കവാറും എല്ലായിടത്തും ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ സെക്കൻഡായി.
അത് ഹിന്ദി പ്രചാര സഭ ഹാളിൽ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ. എനിക്ക് ഇന്നലെ കഴിഞ്ഞ മാതിരി ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫസ്റ്റ് ആരാണ് ഒന്നൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന് വെച്ച് കാണാൻ വന്നപ്പോൾ തടിച്ച് കുടവയറായിട്ടൊക്കെ ഒരാൾ യൂസി കോളേജിൽ നിന്ന് വന്ന സൈനുദ്ദീനാണെന്ന് പറഞ്ഞു. അവൻ അന്ന് രാമൻ കാട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമൊക്കെ പറയണം. അത് പല ഭാഷയിലുള്ള ആൾക്കാരോ, ഷേണായി, മുസ്ലിം, കമ്മത്ത്, ഇന്റർനാഷണൽ ഫേമസ് സാധനമായിരുന്നത് അവൻ കളിച്ചത്. അത് അവന് കളിച്ച് ഫസ്റ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ പല സ്ഥലത്തും മത്സരത്തിന് പോകലാണ്. അതിൻ്റെ ഇടക്കാണ് ഒരു മത്സരത്തിന് പോയപ്പോൾ പെട്ടിയായിട്ട് ഒരാൾ, CAD നസീർ പറഞ്ഞ പോലെ ഒരാൾ വന്നു. ഒരു ലൈബ്രറിയിൽ ഈ സഹൃദയ വായനശാല കലൂർ, CAD നസീർ പറഞ്ഞ മാതിരി പെട്ടിയൊക്കെ ആയിട്ട് ഒരാൾ വന്നു, വിഗ് വെക്കുന്ന. അതാണ് NF വർഗീസ്. ജോലിക്ക് പോയിട്ട് വന്നവരുവാ. ജോലി റെപ്രസെന്റേറ്റീവ് ആണല്ലോ. JMCO എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് നാടകം കളിക്കാം. നാടകത്തിന്റെ പേരെന്താ ഓർമ്മയുണ്ടോ? ജെംസ് എഞ്ചിനീയറിംഗ്. നാടകം അഭിനയിച്ചിരുന്നില്ലേ? ബ്രഹ്മം. പിന്നെ വേറൊരു ഫേമസ് ഒരു പ്രൊഫഷണൽ ആണ്. അതും അതിനിടയിൽ വിങ്സ് പരേഡിനൊക്കെ വരും പുള്ളി. അങ്ങനെ കാലഘട്ടമാണ്. അങ്ങനെയാണ് ഇവർ, റഹ്മാനാണെന്ന് തോന്നുന്നുണ്ട്, സൈനുദ്ദീനെ എടുത്ത് പറഞ്ഞു. ഞാനും റഹ്മാനൊക്കെ കൂടെയാണ് സൈനുദ്ദീനെ വിളിക്കാൻ പോണത്. കളമശ്ശേരിയിൽ റോഡ് ട്രാൻസ്പോർട്ടിങ്, അന്ന് ഒരുപാട് ട്രാൻസ്പോർട്ടിങ് ആൾക്കാരുണ്ട്. അവിടെ അവന് ക്ലർക്കായിട്ട് ജോലിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നീ ഉണ്ടായിരുന്നു വിളിക്കാൻ പോയപ്പോൾ? ഞാനും ഇവനും സിദ്ദീഖോ. നീ ഉണ്ടായില്ല? ഇല്ല, ഞാൻ ഉണ്ടായില്ല. എന്നെ വിളിക്കാൻ വേണ്ടി കളമശ്ശേരി പോയി ഉണ്ടോ ഇങ്ങനെ കലാഭവനിലേക്ക് ആണ് നിന്നെ ഒരാൾ പോയി, പകരം നിനക്ക് വരണം. ആടാ ഞാൻ വരാം, കുഴപ്പമില്ല, അവിടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 100 നോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണ്ട. അവന് ഞാൻ പറഞ്ഞു, നിനക്ക് അഡ്വാൻസ് 100 രൂപ, വെറുതെ അച്ഛൻ തന്നൊന്നുമില്ല, എൻ്റെ കാശെടുത്ത് 100 രൂപ കാണിച്ച്, ഇന്ന് 100 രൂപ. അവൻ തട്ടിപ്പറിച്ച് അവന് കിട്ടി. ചോദിച്ചിട്ട് തിരിച്ചു തന്നില്ല. പിന്നെ പ്രസാദനുമായിട്ടും ഒരു ഡെയിലി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ബന്ധമല്ലായിരുന്നോ? അതെ. ഞങ്ങളിപ്പോൾ കലാഭവനിലുള്ള സമയത്തും, കലാഭവൻ വിട്ടിട്ട് കുറേ വർഷം ഉണ്ടായിരുന്നില്ലേ, 10-12 വർഷം. അപ്പം മിക്കവാറും എല്ലാ ദിവസവും എറണാകുളത്തുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് സൈനുദ്ദീൻ്റെ കോൾ ഉണ്ടാവും. അതൊരു വർഷങ്ങളുടെ ഒരു, അതുപോലെ തന്നെയായിരുന്നു മറ്റൊരു വ്യക്തി ആവേലച്ചനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ സൈനുദ്ദീൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഇരുന്ന ഒരു 15 മിനിറ്റ് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷൂട്ടിൻ്റെ വിവരങ്ങൾ, അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു, അതെന്തൊക്കെ സംഭവിച്ചത്, ഈ കഥകൾ മുഴുവൻ. ഞാൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിലും ഈ സിനിമാ കഥകൾ മുഴുവൻ അറിയുന്നത് ത്രൂ സൈനുദ്ദീൻ്റെ കൂടെ. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. ഈ വിളി എനിക്കും കിട്ടുമായിരുന്നു. എല്ലാ ദിവസം രാത്രിയാണ് എന്നെ വിളിക്കുന്നത്. സൈനുദ്ദീനായിരിക്കും കോൾ വന്നാൽ വൈഫ് പറയും, ആ സൈനുദ്ദീനായിരിക്കും കേട്ടാന്ന്. സൈനുദ്ദീനായിരിക്കും ലാൻഡ് ഫോൺ വിളികളുള്ള സമയത്തുള്ള വിളികളായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലൊരു കാസറ്റ് ഇറങ്ങി ആരക്കണം, സൈനുദ്ദീൻസ് കോമഡി എന്ന് പറഞ്ഞൊരു വീഡിയോ കാസറ്റ് ഇറക്കി വീട്ടെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? അതെ. സൈനുദ്ദീൻ ഈ UC കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ, കോമഡിയൻ ആണല്ലോ പുള്ളി. പുള്ളി ഇല്ലാത്തൊരു നാടകം അവതരിപ്പിച്ച് ഇന്റർ കോളേജിൽ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിലെ നായകനായിരുന്നു ബെസ്റ്റ് ആക്ടർ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്ത് ഇന്റർ കോളേജ് മത്സരത്തിന് പോയപ്പം ആ നായകനന്ന് ഇല്ല, പനിയെന്നുമായിരുന്നു. അപ്പോൾ ആ നായകൻ്റെ റോള് സൈനുദ്ദീൻ ചെയ്തു. അപ്പൊ അവിടെ ചെന്നപ്പോ ബെസ്റ്റ് കൊമേഡിയൻ കിട്ടി. നടന്ന സംഭവം. ഒരേ നാടകം, ഒരേ ക്യാരക്ടർ. അതായത് ഹീറോ സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കുന്ന വേഷം, നീ എവിടെ നിൽക്കൂ എന്നൊക്കെ പറയുന്നത് അന്നിങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ. ആ സാധനം സൈനുദ്ദീൻ അഭിനയിച്ചിട്ട് ബെസ്റ്റ് കൊമേഡിയൻ വേറൊരു ഇന്റർ കോളേജ് മത്സരത്തില്. എന്തിനു ഞാനൊക്കെ UC കോളേജിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഒരു നാടകത്തിൽ അഭിനയിക്കണേ. അന്ന് സൈനുദ്ദീൻ ഹ്യൂമർ തന്നെ ചെയ്തത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രം, അതിൽ ആ പേര് ഓർത്തുകൊണ്ട് വന്നിട്ട് അടിപൊളി 2 പരിപ്പൂട അല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കയ്യിലിടുന്നിടുന്നതിന്റെ വേറെ സിനിമയില് സൈനിക ഫ്രണ്ടിലിരുന്ന് സിനിമ കാണുക. അപ്പൊ ബാക്കിലിരുന്നിട്ട് ഓരോ ചേട്ടാ തലേന്ന് ആക്കി വെക്കുക, ചേട്ടന്റെ തല കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്റെ തല കൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ, തനിക്ക് എങ്ങനെ കാണാൻ പറ്റും? എനിക്കൊണ്ട് സൈനു ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന തമാശകളൊക്കെ അതിന്റെ ഒന്നും ഒരു അംശം സിനിമയിൽ ചെയ്തിട്ടില്ല. അതെ. അവനിപ്പോ ജീവിതത്തിൽ വെറുതെ നടക്കുമ്പോ ഒക്കെ തമാശകളാ പറയണ പുള്ളി, വെറുതെ നടക്കുമ്പോഴും പറയും. അപ്പോ അന്ന് ഈ കൗണ്ടർ എന്നുള്ള വാക്ക് തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കില്ല. അത് കൊണ്ടുവന്ന് ഇവനാണെന്ന് തോന്നുന്നു. ഉപയോഗിച്ചിട്ടില്ല. കൗണ്ടറിന്റെ മാത്രമല്ല, എനിക്ക് സൈനുദ്ദീനുള്ള അടുപ്പത്തിൽ മനസ്സിലായിട്ടുള്ളത് പുള്ളിയുടെ ഒരു സ്പോണ്ടൈനിറ്റി ഉണ്ടല്ലോ. പെട്ടെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ആരോ ചോദിച്ചു ഇങ്ങനെ പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്. ഇല്ല, ഞാനിപ്പം പഴയ ചെമ്മീൻ നീലക്കുയിലൊക്കെയാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ ആൾക്കാരങ്ങനെ താഴ്ത്തിയല്ലേ നമ്മളെ കാണുമ്പോൾ ചോദിക്കും. സിനിമയൊന്നും ഇല്ല അല്ലേ, പഴയ പടം. അതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങളോട് പറയണേ, റഹ്മാൻ എന്ത് പേരാടാ നിന്റെയൊക്കെ? റഹ്മാൻ കേൾക്കാൻ എന്ത് പേരാടാ? റഹ്മാൻ, അൻസർ, ലാല്, സിദ്ദീഖ്, പ്രസാദ്, എന്ത് പേരാടാ? എൻ്റെ പേര് കണ്ടില്ലേ? സൈനുദ്ദീൻ.
ഒരു കോമഡി ഇല്ല, പക്ഷെ പുള്ളി പറഞ്ഞത് പുള്ളി കോമഡി. പറയുമ്പോൾ അത് കോമഡിയാവും. നിന്റെയൊക്കെ പേര് സൈനുദ്ദീൻ, അത് ഭയങ്കര ഹൈലൈറ്റ്. അഭിനയം അല്ലാതെ വേറെ കഴിവുകളുണ്ടായിരുന്നു. അസലായിട്ട് പാട്ട് പാടും. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത ചോദിക്കാനും കാരണം ഇവിടെ വന്ന ഫോട്ടോകളില് സ്കിറ്റ് കളിച്ചിരിക്കുന്നതിന്റെ അത്രയ്ക്ക് തന്നെ ഓർക്കസ്ട്രയും വെച്ച് ഈ മൈക്കുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഇഷ്ടം പോലെ പാട്ട് പാടും. ആ ആദ്യമായിട്ട് ഗായകരുടെ ശബ്ദം അനുകരിച്ചത് മിമിക്രി ഫീൽഡില് സന്നിധാനം. ചഞ്ചല് മധുവിനെയൊക്കെ കാണുക അല്ല പാട്ടില്. മാനസമേന അല്ല, അതെ തന്നെ അതെ. പക്ഷെ സൈനു അനുകരിക്കുന്ന ചഞ്ചലിനാണ്. നമ്മുടെ മഷായൽ തോനെ ഇത് പടം ബോബി ബോബിയിലൊരു പാട്ടില്ലേ, ആ പാട്ട് അത് അനുകരിച്ചിട്ട് അത് പാടുമായിരുന്നു. നരേന്ദ്ര ചെംചല്ലേ പാട്ട്? അതെ അതെ ആ പാട്ട്. ബേഷാക്കി മന്ദിർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന. അതെ. അതുപോലെ തന്നെ ചെമ്മീനിലെ ആ പാട്ടില്ലേ, മന്നാടെ മന്നാടയുടെ പാട്ട്. പിന്നെ മന്നാടയുടെ തന്നെ കടലേ എന്നുള്ളൊരു പാട്ടുണ്ട്, കടലേ നീലക്കടല. മന്നാടെ അല്ല, തലത്ത് മഹമ്മൂദ്. തലത് മഹ്മൂബ്, സോറി. അത് ആദ്യമായിട്ട് അനുകരിക്കുന്ന പുള്ളി. പിന്നെ ഇപ്പോഴാണല്ലോ ഒരുപാട് പേര് പാട്ടുകാരെ അനുകരിക്കുന്ന ആൾക്കാർ വന്നത്. പിന്നെ വിശാലയുടെ വേറെ കഴിവുണ്ട് സൈനത്തിന്, നന്നായിട്ട് ക്യാരംസ് കളിക്കും. മട്ടാഞ്ചേരി പോയിട്ട് ഞാനും ഇടയ്ക്കൊക്കെ പോയി കളിക്കാറുണ്ട്. ഞാനപ്പോൾ ആലോ താമസിക്കണം, സൈനും മട്ടാഞ്ചേരി താമസിക്കണം. UC കോളേജിൽ പഠിക്കണമുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച ഒരു ദിവസം എന്തിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടാ ഞാനും ഉണ്ട് ആലോ വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ST അടിക്കാമെന്ന്, ബസ്സിൽ ST അടിക്കുമല്ലേ ബസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ST അടിക്കാൻ പറഞ്ഞു. ഞായറാഴ്ച ST അടിച്ചാൽ പ്രശ്നം, നീ ഉണ്ടായിരുന്നോ, ഞാൻ ST അടിച്ചോളാം. ഒരു നോട്ട്ബുക്ക് എൻ്റെ കയ്യിൽ തന്ന് അവൻ കഷ്ടത്തിൽ വെച്ചിട്ട് ബസ്സിൽ നീ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളി ആലുവ ST 2 സൈനു. ST ഒന്നും തരാൻ പറ്റില്ല കണ്ടക്ടർ. ഞായറാഴ്ച നിങ്ങളെവിടെ പോയതാ? അന്ന് ഞങ്ങളെവിടെ പോയെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ പറ്റുള്ളൂ. അല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ പറയാൻ ഞങ്ങൾ ST തരില്ല. അങ്ങനെ ഉടക്കായി. അവസാനം താൻ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ സൈനു, ഞങ്ങൾ കോശമണി വിത്തുകളുടെ ചെയ്യുമ്പോഴാണ്. എന്താ അത് തന്നെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്ന്. അപ്പൊ തന്നെ പുള്ളി ST എടുത്ത് കൊടുത്തു. അയാൾ ആദ്യമായിട്ട് കേൾക്കണം ഒരു വാക്ക്. ഒരൈറ്റം വെറുതെ പറഞ്ഞ് ST അടിച്ചിട്ട് അങ്ങ് പോവാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സൈനിധ്യം മരിച്ചിട്ടില്ല. കാരണം സൈനിധ്യം മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പോകാൻ പറ്റില്ല. ഞാൻ അബുദാബിയിൽ പ്രോഗ്രാമിന് പോയിട്ട് അബുദാബിയിൽ എൻ്റെ ഒരു ബ്രദറിനോട് വീട്ടിലിരിക്കുമ്പോൾ TV-യിൽ ഇങ്ങനെ കുറേ സീൻസ് കാണിക്കുന്നുണ്ട്. അധികം സൈനിധീൻ്റെ സീൻസാണ് കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ആ സിനിമ ഈ സിനിമ എൻ്റെ ഇൻസ്പയർ ആയിട്ടുള്ള സീൻസ് അതൊക്കെ കാണിക്കുന്നുണ്ട്. സായമീസ് റിട്ടുകൾ കാണിച്ചു മുമ്പുണ്ട്. പിന്നെ അനൗൺസ്മെൻറ്റ് വന്ന് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് ഇന്ന സിനിമ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാതെയായി. പിന്നെയാണ് മരിച്ചു എന്നുള്ള സംഭവം അറിയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞൊരു വല്ലാതെ ഇപ്പോൾ ഞാൻ വല്ലാതെ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അത് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. അതുകൊണ്ട് അവനിപ്പോഴും മരിച്ചിട്ടില്ല. എനിക്ക് അന്ന് സൈനു മരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആർട്ടിസ്റ്റുകളും എറണാകുളത്തുണ്ടായിരുന്നു, ഓർക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രോഗ്രാം മമ്മൂട്ടി മോഹൻലാൽ അവരെല്ലാം കൂടെ റിഹേഴ്സൽ നടക്കുന്നത്, ഞാൻ വേറെ എന്തോ പടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഷോയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം എന്നാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ പങ്കെടുക്കാൻ പോകുന്ന കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളും വീട്ടിൽ വന്നു. ഞാനും അവിടെ പോയി കണ്ടിരുന്നു. അതെ, നമ്മളൊന്ന് കുറെ സംസാരിച്ച കറക്റ്റ്. സയാമി സിറട്ടകളിലെ റഹ്മാനിക്ക ഞാൻ ഇവരുടെ അമ്മാവനായിട്ട്, അത് വേറൊരു ഭാഷ, ആലുവ ഭാഷ. ആലുവ ഭാഷയിലുള്ളൊരു അമ്മാവനും ഉണ്ട് ഇവർക്ക്. ഈ സാമീസ് റിട്ടകൾ എഴുതിയതാരാണെന്നറിയാവോ? റഫീഖ് സിലാട്ടിനിട്ട് പണി കൊടുത്തിട്ടുണ്ട് സൈനുദ്ദീൻ. രസകരമായ പണി. ഈ ആലുവ പാലസിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുകയാണ്, സിനിമയുടെ പൂജ. സുന്ദരി നീയും സുന്ദരൻ ഞാനും. അപ്പോൾ ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആര്? റഫീഖ് സിലാട്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്, ആദ്യമായിട്ട് സിനിമ എഴുതുമ്പോഴും സിനിമ കിട്ടുമ്പോഴും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൈനുദ്ദീനോട് വന്നിട്ട് പറയണം. സൈനുദ്ദീനും സിദ്ദിഖ് ആരൊക്കെയുണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പടത്തിലോട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സൈനുദ്ദീനോടാ പറഞ്ഞത്, നല്ല മോനോടാ പറഞ്ഞത്. സൈനുദ്ദീൻ നിനക്ക് രക്ഷപ്പെടണമല്ലേ? രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ പെട്ടോ കഴിഞ്ഞാൽ പിന്നെ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് സമയം, രക്ഷപ്പെട്ടോളാം. ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ കേട്ട കഥയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഈ സുകുമാരൻ സാറിന്റെ ശബ്ദം അനുകരിച്ച് അതാരാണ് ശരിക്കും ആ കഥയില്? എനിക്ക് ഉണ്ടോ ആ മനനെ ഇരിക്കണ ഈ അൻസാർക്കായിരുന്നു അതാ? അല്ല അത് രമേശ്, അത് പിഷുവിന്റെ കളിയാണ്. അല്ല, എനിക്കിത് ഞാൻ ഏതോ കാലത്ത് ഈ സൈനികയുടെ ഇങ്ങനെ കഥകൾ എന്റെ കേട്ട കഥ മാത്രമല്ല, എനിക്കിതിന് ആളാരാന്നുള്ള എനിക്കറിയില്ല. അല്ല അത് ഞാൻ പറയാം കാരണം എനിക്ക് വിട്ടുവന്നേക്ക്. കാരണം അതിന്റെ ക്ലൈമാക്സ് പ്രസാദാണ്. ക്ലൈമാക്സ് അതാണ് സൂപ്പർ ക്ലൈമാക്സ് ആയിരുന്നു. ഇപ്പോഴും പറഞ്ഞില്ല, ആലൊക്കെ ചിരിക്കും. സിദ്ദിഖുള്ളപ്പോഴും അത് ചിരിക്കുമായിരുന്നു ആ കാര്യം പറഞ്ഞിട്ട്. കാരണം ഈ പുള്ളി വണ്ടി കയറിയാൽ എപ്പോഴും ഈ സുകുമാരൻ ചേട്ടന്റെ ശബ്ദമാണ്.
എന്റെ കയ്യിൽ കാശില്ല. ഞാനല്ലേ എന്താ നേരെ നിന്റെ കൈക്കൊരു വിറ, ഇത് എന്റെ കയ്യിൽ കാശില്ല. കാരണം ഇപ്പോഴും ശരിയല്ല. അന്ന് ഇത് പറഞ്ഞ് രമേശ ഇത് പറഞ്ഞ് ഞങ്ങൾ പറയും ഇത് സ്റ്റേജിൽ കളിക്കാൻ പറ്റൂല എന്ന് പറയും. അങ്ങനെ ഒരു സ്റ്റേജിൽ ഞങ്ങൾ തൃശ്ശൂരിനപ്പുറത്തൊരു സ്റ്റേജിൽ പോയപ്പം ഭയങ്കര കയ്യടി. കോളേജിൽ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ അറിയാമല്ലോ, കയ്യടിയുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ സുമാരണ്ട ഇതാകുമ്പോൾ കൈഡി കിട്ടിക്കോളും എന്ന് പറഞ്ഞു. എല്ലാ ഐറ്റംസും കയ്യടിയാണ്. പുള്ളി അറിയാം. അടുത്തതായിട്ട് ശ്രീ സുകുമാരൻ. അന്ന് പാളിപ്പോയി പിഷു. പാളിയല്ല, ഒരു കൂവലങ്ക തുടങ്ങിയിട്ട് എന്നോർക്കണ്ട് കൊടുങ്കാറ്റ് പോലെ ഇരുന്ന് കയ്യടി സുകുമാരൻ എന്ന് പറഞ്ഞപ്പോ അതേപോലെ കൊടുങ്കാറ്റ് പോലെ ഇരുന്ന് കൂവലും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് മറക്കൂലത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സൈലന്റാ. പരിപാടി കഴിഞ്ഞിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. കാരണം അത്രയും ഷോക്കായി പോയി എല്ലാവരും. ഇത് കഴിഞ്ഞ് എല്ലാവരും പെട്ടിയൊക്കെ കയറ്റി വണ്ടി കയറി വണ്ടിയിങ്ങനെ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും സൈലന്റ്. തൃശ്ശൂരെത്തി റൗണ്ടിലെത്തുമ്പം നമ്മളവിടെ കട്ടൻ ചായ പിടിക്കാൻ ഇറങ്ങും, ഓംലെറ്റ് കഴിക്കാൻ ഇറങ്ങും. അപ്പോഴും സൈലന്റ്. എല്ലാവരും വന്ന് അങ്ങ് ചായ പിടിക്കാൻ നിൽക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ബെൽറ്റ് മത്തായിട്ട് ഒരു പോസ്റ്റർ സുമാരൻ നിൽക്കുന്നത്. അത് നമ്മുടെ ഏകദേശം ഇത്ര ഹൈറ്റില്ല. ഞാനൊരു നേരെ ചെന്നിട്ട് 2 കാലിലും തൊട്ട് പറയും, സുമാരൻ ചേട്ടാ ക്ഷമിക്കണം, അറിയാതെ അൻസാർ ഇത് ഇട്ടുപോയതാണ്. അതോടെ നിശബ്ദത അങ്ങ് മാറി. ഞാൻ ഇപ്പൊ കാണിച്ച കറക്റ്റ് അല്ലേ? ഏകദേശം കറക്റ്റ് അല്ലേ? ഏകദേശം അത് മതി, ഏകദേശം മതി. ഇത്രയും പോലും ആയില്ല അന്ന് എന്തെങ്കിലും കാണിച്ചാൽ കൈ കിട്ടുന്ന കാലഘട്ടമായിരുന്നു. ഇതേപോലെ ഇത് വേറെ കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് ഒരു 99 കഥയും ഞാൻ തന്നെ പറയും. ഇടയ്ക്ക് ഒരു കഥ ഞാൻ സൈനികയുടെ ഒരു കഥ ഒരിടത്ത് പറഞ്ഞു. ആരുടെയെന്ന് പറഞ്ഞില്ല, ഒരാളുടെ എന്ന് പറഞ്ഞു. അയ്യോ അന്ന് എത്ര പേരാന്നറിയാം. ഇത് സൈനുദ്ദീൻ പറഞ്ഞ കോമഡിയാണ് നീ പറഞ്ഞത്, സൈനുദ്ദീൻ പറഞ്ഞ കോമഡിയാണ്. ഏത് മറ്റേ സൈനിക പറഞ്ഞതെന്ന് പറഞ്ഞാല് മറ്റേ വയറ് പിരിച്ച് ലൈറ്റ് കത്തിക്കുന്ന മരിച്ചു കിടക്കണ ആള്. അത് രാജൻ അറിയോ? അത് പറഞ്ഞു റഹ്മാനിക്ക് പറ. അത് വേറെ ഒന്നുമില്ല, സൈനന്ദിന്റെ ഒരു കൂട്ടുകാരനുണ്ട് പട്ടാഞ്ചാറ്റില്. പുള്ളി എന്ത് റേഡിയോ TV എന്ത് സാധനമാണെങ്കിലും അപ്പ ശരി ഫീസ് കിട്ടി നന്നാക്കി എടുക്കും. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ വാപ്പ മരിച്ചിട്ട് സൈനന്ദിന്റെ അനീഫും കൂടി കലാഭവൻ അനീഫും കൂടി കാണാൻ വേണ്ടി പോയിരിക്കുക. മയ്യത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക വിഷമത്തില്. അപ്പോൾ സൈന് ചോദിച്ചു എത്ര മണിക്കടാ വാപ്പ മരിച്ച? വൈകിട്ട് മരിച്ച. ശരിയാക്കടാ. വാപ്പാനെ ശരിയാക്കി എടുക്കടാ. എല്ലാം ഫീസ് കെട്ടി ശരിയാക്കണല്ലേ, പാപ്പാനെ ഫീസ് കെട്ടി ശരിയാക്കി എടുക്കാൻ. അത്രയും ഡെസ്പായിട്ടിരിക്കുന്ന സമയത്തും പുള്ളി കൗണ്ടർ അടിക്കും. അപ്പൊ അനീഫ് പുറത്തിറങ്ങി പറഞ്ഞു എന്ത് വൃത്തിയുടെ സൈന് കാണിച്ചത്, അതവിടെ പറയാം. ആ തമാശ അവിടെ പറയാൻ പറ്റുള്ളൂ. അതിനൊരു സമയമുണ്ട്. ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുന്ന സംഭവം അറിയില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇവര് ആലുവയിൽ വരും, ബസ്സിന് വരും. അതിന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആലുവയിലൂടെ നടക്കും. എറണാകുളം ഷേണാസിൽ നിന്നാണ് നടക്കുന്നത് കേട്ടോ. നടന്ന് എടപ്പള്ളി ടോൾ വരെ ഇപ്പം അവശത എല്ലാവരും. അപ്പോഴേക്കും സാന്നിധ്യം പറഞ്ഞു, കളമശ്ശേരി എത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എന്താ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ മതിയല്ലോ. എൻ്റെ അടുത്ത് ഒരു ദിവസം പറയും പാമ്പിനെ എനിക്ക് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞു. പാമ്പിനെ ദേഷ്യം? ഞാൻ കണ്ടാൽ മാറി പോകുള്ളൂ. പ്രേതത്തിന് നമുക്കൊക്കെ പേടിയല്ലേ. അവൻ അത് പറയൂല. അവൻ പറയാം എനിക്ക് പ്രേതത്തിന് ഇഷ്ടമല്ലടാ, ഞാൻ അങ്ങോട്ട് പോവില്ല. ഇനി സൈനിക എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു. ഒരുപാട് കാസറ്റുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട നാദിർഷിക്ക. സൈനികയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കലാഭവനിൽ. ഞാൻ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി പോയിരുന്നു, നടേശൻ മാഷിന്റെ ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് മിക്സ് പരേഡിന്റെ ഗ്രൂപ്പല്ല, ഈ ഗാനമേളയുടെ ഇന്റർവെല്ലിന് റഹ്മാനിക്കായും പിന്നെ സൈനിക KS പ്രസാദ് അടങ്ങിയ ഒരു സംഘം അവരുടെ റിഹേഴ്സൽ ഞാൻ ജനലിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഇന്ന് കണ്ട് ഉള്ളൊരു ശീലമുണ്ട്. അന്ന് ദൂരെ നിന്ന് കണ്ടു. പിന്നീട് ദൂരദർശന്റെ പരിപാടിക്ക് KS പ്രസാദ്, സൈനുദ്ദീൻ, അബി, ഞങ്ങൾ 4 പേരടങ്ങുന്ന സംഘം ബാലേന്ദ്രൻ സാറിന്റെ കൂടെ ഒരു തിരുവോണത്തിന്റെ അന്ന് ശരിക്കും അത് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യത്തെ എനിക്ക് തോന്നുന്നു മിമിക്രി ദൂരദർശൻ അത് വളരെ റീച്ച് ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ പോലുള്ള കലാകാരന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ആ ഒരു ഷോയിലൂടെ തന്നെയാണ്. പിന്നീട് സൈനികയുടെ കൂടെ ഒരുപാട് വീഡിയോ കാസറ്റുകളിൽ KS പ്രസാദ് ഡയറക്ട് ചെയ്ത കാസറ്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ, സൈനികയുടെ ഒരുപാട് തമാശകളുണ്ട്. എനിക്ക് തോന്നുന്നു സൈനിക ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സൗഹൃദ നിമിഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തമാശയുടെ 7 അയലക്കത്ത് അല്ലെങ്കിൽ പകുതിയുടെ കാഭാഗം പോലും ഒരു 10% പോലും സിനിമയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാസറ്റുകളിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും
അത്രയ്ക്കും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കൗണ്ടറുകൾ അടിക്കുന്നതിന്റെ ഉസ്താദ്. അതായത് ഇപ്പോഴും ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന പിഷാരടി ഉൾപ്പെടെ ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ടെങ്കിലും കൗണ്ടർ രാജാവ് എന്ന് ഞാനൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് സൈനികായി തന്നെയാണ്. കാത് നൂറ്റാണ്ടായി, 25 കൊല്ലമായി സൈന് മരിച്ചിട്ട്. 25 കൊല്ലമായി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മിക്ക കഥകളും അതിന് മുമ്പുള്ള കഥയാണ്. ഇത്രയും നമുക്ക് ഓർമ്മയ്ക്കുന്നെങ്കിൽ എന്ത് പവറുള്ള നർമ്മങ്ങൾ. അതുമാതിരി അവൻ്റെ വേറൊരു സംഭവം, അത് ശരിക്കും പറഞ്ഞാൽ റഹ്മാനും സൈനിദിനും ഒക്കെ ആയിട്ട് പോയിട്ട് സംഭവിച്ച കാര്യമാണ്. നമ്മളത് മാറ്റിമറിച്ച് ഞാനത് സിനിമയിലിട്ടു. KL795 എറണാകുളം നോർത്തിൽ. ഞാൻ എല്ലായിടത്തും പറയുമ്പോഴും പറയാറുണ്ട്. ഒരിക്കൽ ഞാനും റഹ്മാനും സൈനിദിനും ഒക്കെ കൂടെ നടക്കുമ്പോഴെന്നാണ് ഞാൻ പറയുന്നത്. മാരാസ് കോളേജിന് മുമ്പിലൂടെ നടന്നു പോകുന്നത്. ഒരു മഴക്കാലമായിരുന്നു. മഴക്കാലത്ത് ഞങ്ങൾ മൂന്നും കൂടെ സംസാരിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെളി കെട്ടി കിടപ്പുണ്ട്. ഒരു കാറ് ഇങ്ങോട്ട് പാഞ്ഞു പോയി ചെളി മുഴുവൻ അങ്ങ് തെറിച്ചു. നമ്മുടെ മേത്ത് പോയി, സൈനിധിൻ്റെ മേത്ത് പോയി. ഉടനെ സൈനിധിന് എന്ത് ചെയ്യുന്നറിയോ, പോക്കറ്റിൽ നിന്ന് ആ പേന അങ്ങോട്ട് എടുത്തിട്ട് കാറിൻ്റെ നമ്പർ എഴുതി. പറഞ്ഞ അമ്മ ചോദിച്ചു, അല്ല നീ ഈ പേന എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോണ്? അല്ലടാ ഇനി ആ കാറ് കാണുമ്പോൾ മാറി കിടക്കാലാണ്. ഇത് സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം അങ്ങനെ ഒരു പടത്തില് രാജേട്ടനോടൊപ്പം ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പം അടുത്തിരിക്കുമ്പോൾ, ജയറാം അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ റഹ്മാനൊക്കെ അടുത്തിരിക്കുമ്പോൾ പറയും, ആ എൻ്റെ അടുത്തിരുന്നോ, കുറച്ച് നാൾ കഴിയുമ്പോൾ പറയാമല്ലോ, നമ്മുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ അല്ലേ. റഹ്മാൻ സ്ഥിരം പറയാറുണ്ട്, ഇത് ജയറാം പറയാറുണ്ട്, സൈനിധ്യം പറയാറുണ്ട്. ആ കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് പറയണം എൻ്റെ സൈനിധ്യൻ്റെ കൂടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ എന്ന് സ്ഥിരം പറയുന്ന ഒരു രീതിയാണ്. ഇത് എങ്ങനെയോ നാദൃശ്യം അറിഞ്ഞു. അങ്ങനെ ഞാനും സൈനിധിനും അബിയും നാദൃശ്യയും കൂടെ പ്രോഗ്രാമിന് പോകാൻ കോട്ടയത്ത് പോകാൻ നേരത്ത് സൈനിധിൻ്റെ അടുത്ത് നാദൃശ്യ ഈ നമ്പർ തന്നെ കിട്ടും. സൈനികയുടെ അറിയാതെ കറങ്ങി തിരിഞ്ഞ് കിട്ടിയതാണ് അറിഞ്ഞ. അപ്പം തോളത്തിങ്ങനെ കൈ പിടിച്ചിരിക്കുക. ആരുടെ? നാദൃശ്യയുടെ തോളത്ത് കൈ പിടിച്ചിരിക്കുന്ന സൈനിധിന്. അപ്പോൾ പറഞ്ഞു, ആ സൈനിക്കൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ പറയാം നാദൃശ്യയുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയും. സൈനിധൻ പറഞ്ഞു, പറയടാ അത്ര താഴ്ന്ന ലെവലിൽ നിന്ന് ഞാൻ കയറി വന്നെന്ന് എനിക്ക് പറയാമല്ലോ. അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ഭാര്യനോടൊക്കെ പറയുമ്പോൾ ഈ നാദൃശ്യ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട വരും. അങ്ങനെയല്ല, ആ കൗണ്ടർ എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് ഇന്ദ്രജാലം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ട്രെയിനിൽ വരിക, കുഞ്ചേട്ടനും സൈനിധിനും കൂടെ. അങ്ങനെ ഇവർ ട്രെയിനിൽ വരുമ്പം കുഞ്ചേട്ടന് ഈ നമ്പർ ഇട്ടു. അടുത്ത് സൈനിധിന്റെ അടുത്ത് ഇതേ കഥ തന്നെ പറഞ്ഞു. ആ ഇനിയിപ്പം സൈനിധിന് പറയാമല്ലോ വീട്ടിൽ ചെന്നിട്ട് കുഞ്ചന്റെ കൂടെയൊക്കെ അഭിനയിച്ച് കുഞ്ചന്റെ കൂടെയൊക്കെ സംസാരിച്ചെന്നൊക്കെ പറയാമല്ലോ. അപ്പൊ സൈനിധിൻ അത് നേരത്തെ പോലെ കൗണ്ടർ അടിക്കാൻ പറ്റൂല, ഇത്ര താഴ്ന്ന ലെവലെന്ന് പറയാൻ പറ്റൂല, കാരണം കുഞ്ചേട്ടൻ മുകളിലാണല്ലോ. അപ്പൊ പറഞ്ഞു, ഞാനൊന്നും പറയാൻ നിൽക്കണല്ലടാ, ഇനി അവിടെ ചെന്ന് കുഞ്ചനൊക്കെ പറയുമ്പോ ആരാ കുഞ്ചൻ ഏതാ കുഞ്ചൻ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ. ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കണ്ട, അവിടെ പുള്ളി തിരിച്ചിട്ട്. അതാണ് ആ സെൻസ്. ഈ കിഴക്കൻ പത്രോസിൽ നിങ്ങളെല്ലാം മുഴുനീള വേഷമല്ലേ? അതിലൊരു ഒരു ഫ്ലോറിൽ ഡാൻസ് കളിക്കുന്ന ഡാൻസ് പാട്ടിലൊക്കെ നിങ്ങളെല്ലാരും കൂടെ ഒന്നിച്ച് ഡാൻസ് ഉർവശിയുണ്ട്, മമ്മൂക്കയുണ്ട്, മമ്മൂട്ടിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസ് മാസ്റ്റർ ആരെന്നറിയാം? പ്രഭുദേവയുടെ അച്ഛൻ സുന്ദരൻ മാസ്റ്റർ. അദ്ദേഹമാണ് ഇങ്ങനെ മുളയെ കരുതി ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കുറച്ച് മുളയും പരിപാടിയൊക്കെ ഉണ്ട്, കടൽ തീരെ മണലൊക്കെ ഇട്ടിട്ടുള്ളതിനകത്ത് നമ്മളൊരു നാടകം ചെയ്യുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ അപ്പുറത്തിപ്പുറത്ത് യുദാസ് രണ്ടുപേരും നിൽക്കുമല്ലോ കുരിശില്, അതിലൊന്ന് ഞാനും ഒന്ന് സൈനികനുമാണ്. ഏത് കിഴക്കൻ പത്രോസിന്റെ തുടക്കത്തിൽ നിങ്ങൾ നാടകം ചെയ്യുന്നില്ല? ഒരു കുരിശില് ഞാനും ഒരു കുരിശ് സൈനികനും, നടുക്ക് മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു. മമ്മൂക്കയാണ് അതിൽ കിടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ആർക്കും ഡാൻസ് അറിയത്തില്ല. അല്ല ഞാൻ കളിക്കും ഡാൻസ്. ഈ മുള കാലത്തുള്ള ഞാൻ ആദ്യം പഠിച്ച് മുള കാലിൽ അടിക്കില്ലോ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞില്ല, രണ്ട് സൈഡിൽ അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയല്ലേ. ജനാർദ്ദൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഞങ്ങള് പത്മ ജംഗ്ഷനിൽ നിന്നപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് 10 ദിവസത്തെ ഡേറ്റ് സൈനിധിന് തരുമെന്ന് ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ എന്നെ സിനിമയിലേക്ക് വിളിച്ചടാ, പോയാലോ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് ഞാനും പോയിരുന്നു കാണാനായിട്ട് തിരുവനന്തപുരത്ത്. അതാണ് ആ ഫസ്റ്റ് പുള്ളിക്ക് കിട്ടുന്ന നല്ലൊരു ബ്രേക്ക്. പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ചാപ്പയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതില് ഒരു മൂപ്പനോട് മൂപ്പ ചാപ്പ തരൂ, ചാപ്പ പറഞ്ഞാൽ ടോക്കൺ എന്നുള്ള അർത്ഥമാണല്ലോ, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ അത് കുറെ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കുറെ ആളുകൾ ഈ ഡയലോഗ് ചോദിക്കണം, മൂപ്പ ചാപ്പ തരൂ, മൂപ്പ ചാപ്പ തരൂ, മൂപ്പ ഇങ്ങനെ ചോദിക്കണം. അത് കിട്ടിയാൽ ഇവർക്ക് അത് ഓൾമോസ്റ്റ് ലൈക്ക് പണമാണ്, പൈസക്ക് പകരമാണ് ഈ ടോക്കൺ കൊടുക്കുന്നത്. ചാപ്പ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് എന്തോ കഥയാണ്. അപ്പം എല്ലാരും മൂപ്പ ചാപ്പ തരൂ, മൂപ്പ ചാപ്പ തരൂ, ഡയറക്ടർ മറ്റേ പറഞ്ഞു ഇതെല്ലാരും ഒരുപോലാണല്ലോ പറയുന്നത്, ആരെങ്കിലുമൊക്കെ മാറ്റി പറയാന്ന് പറഞ്ഞപ്പോ അത്ര സീരിയസ് സൈനിക ചാപ്പ ഒരു 30 രൂപ മാറ്റി പറയാൻ ചോദിച്ചപ്പം
ചാപ്പ ഒരു 30 ചാപ്പാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതെ, അതെ. പുള്ളിനെ നോട്ട് ചെയ്ത് ആദ്യമായിട്ട്. അതെ കറക്റ്റ്. അത് ആരുടെ അത് പറഞ്ഞത്? അവൻ ഇത്രയും സീരിയസ് ആയിട്ട് എന്താ അവൻ ഇച്ചിരി അങ്ങനെ നോട്ട് ചെയ്യപ്പെട്ടു. ഇതില് ഒരു ബ്രേക്ക് ആയി. പിന്നെ തളിരിട്ടങ്ങിനാക്കൾ നമ്മുടെ പി. നാക്കളിൽ അഭിനയിക്കാൻ പോകുമ്പോ ഗോപികുമാർ സാറാണ് ഡയറക്ടർ. പി. ഗോപികുമാർ. അപ്പൊ സൈനുവിന്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പൊ ഒരു ബൈക്കിൽ രണ്ടുപേരും വന്ന ഷോട്ടാണ്. അപ്പൊ ഗോപികുമാർ ചോദിച്ച്, സൈനുവിന് ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാലോ? ഇല്ലല്ല, പുറയിലിരിക്കാൻ അറിയാന്ന്. ശരിക്കും ഓടിക്കാൻ അറിയില്ല അവന്. മൈഡിയർ കുട്ടിച്ചാത്തൻ വന്നതിനകത്തുണ്ട്. ചാണക്യനിലുണ്ടോ? പിന്നെ ചാണക്യലുണ്ട്. ചാണക്യനിൽ രാജകുമാറിന്റെ അവൻ വലിയ വേഷം ഹീറോസിൽ ഒന്നായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ മിമിക്സ് പരേഡിലാണ്. 6 ഹീറോസാണ്. അപ്പോൾ ഞാൻ ഡെന്നിച്ചായനെ, കല്ലൂർ ഡെന്നിസിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി. മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് ഡെന്നിച്ചായൻ സിനിമ എഴുതുന്നത്. സിനിമ ജനിക്കുന്നത് അന്നത്തെ കാലത്ത് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ്. അവിടെയാണ് എല്ലാവരും സിനിമാക്കാർ മുഴുവനും. ഡെന്നിച്ചായനാണ് അതിൻ്റെ മെയിൻ ആൾ. അങ്ങനെ ഡെന്നിച്ചായനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞത് നമ്മൾ നിസാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ സൈനുദ്ദീനെ പരിചയപ്പെടുത്തുന്നതിന് തലേ ദിവസം ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ ഞാൻ എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടാണ്. ഇൻസ്പയറേറ്റിലുള്ള കോമഡി, പുള്ളി നല്ല കോമഡി വഴങ്ങുന്ന ആളാണ്, ഇങ്ങനെ പറയുന്ന ആളാണ്, മറ്റേ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കാണിട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡെന്നിച്ച ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, ഇയാൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൈനുദ്ദീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോകുമ്പോൾ നീ കൗണ്ടറൊന്നും പറയരുതട്ടാ. ഡെന്നിച്ചായനോ വേറെ ഷാജി കൈലാസൊക്കെ വരാറുണ്ട്, അവരൊക്കെ വല്ലതും പറഞ്ഞാൽ കൗണ്ടറൊന്നും പറയരുത്, കാരണം റോള് തെറിക്കൂലേ. അങ്ങനെ അവൻ വീർപ്പൂട്ടിയൊക്കെ അവിടെ നിൽപ്പുണ്ടായി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഉറപ്പാണല്ലോ, അപ്പം നീ ഔട്ടാണ് കേട്ടാന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് മിമിക്സ് പരേഡിൽ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്തു വരുന്നത്. ആലഞ്ചേരി തമ്പ്രാക്കളിലാണോ ഒരു സുരേഷ് ഏട്ടൻ അനുകരിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടർ? സുനിലിന്റെ സിനിമയിലല്ലേ? സുരേഷ് ഗോപി ആയിട്ട് വന്നിട്ട് കുറെ ഡയലോഗ് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നിട്ട് ഒരു എവിടുന്നോ വന്ന് കുറെ ഡയലോഗ് പറഞ്ഞിട്ട്, എനിക്ക് ആലഞ്ചേരി തമ്പ്രാക്കളാണ് എൻ്റെ ഓർമ്മ. അതില് നടന്ന് തിരിച്ചു സ്ലോ മോഷൻ ഒക്കെ കൊടുത്തേക്കാണ്. സുരേഷ് ഏട്ടൻ അന്ന് കൊടുക്കുന്ന പോലത്തെ കുറെ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു തേങ്ങമേല് കാല് തട്ടിയിട്ട് അവിടെ നിന്നിട്ട് തേങ്ങ പറയുന്ന പോലെ പറഞ്ഞിട്ട് പോകണ്ട്. ഒരിക്കലും ഈ പ്രിയദർശൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ പുതിയൊരാളിനെ വെച്ചൊരു പടം എടുക്കാൻ പോവാണ്. അത് മുത്തശ്ശി കഥ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ മിമിക്രിയിലൊരു പയ്യനുണ്ട്, നന്നായിരിക്കുന്നുണ്ട്, നീ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ MG ശിവകുമാറിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ VHS കാസറ്റ് ഉണ്ടെന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ ഇവരൊക്കെ ഉള്ള ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഈ നിൽക്കുന്ന മെലിഞ്ഞ പയ്യനെയാണ് ഹീറോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് MG ശിവകുമാർ. ഞാനാണ് പ്രിയനെ റെക്കമെൻഡ് ചെയ്യുന്നത്, ജയറാം. അപ്പോഴത്തേക്കും അവിടെ മറ്റേ ട്രിവാൻഡ്രത്ത് വേറെ സുഹൃത്തോടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, ഇതാണ് പ്രിയൻ അതിന് വേണ്ടി ശ്രീകുട്ടൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇയാളാണ് ഹീറോ ആയിട്ട് ഇപ്പം പടം ഉടനെ തുടങ്ങാൻ പോകണം. അപ്പോൾ വന്ന ആൾ പറഞ്ഞു, എവിടെ അയാൾ അഭിനയിക്കാൻ പറഞ്ഞത്? അയാൾ ഇന്നലെ ഷൂട്ടിംഗ് തുടങ്ങി പത്മരാജൻ്റെ പടത്തിൽ ഡബിൾ റോൾ. അവരുണ്ടാവും മൂന്നാമൊക്കെ അവരൻ. അപ്പോഴത്തേക്കും ശ്രീകുട്ടൻ പറയുകയും ചെയ്ത്, ഒരാളുടെ സമയമായെന്നുള്ളതിന്റെ തെളിവാണ് സിനിമയിൽ വരുന്നത്. ഒരാൾ വിളിക്കുന്ന അതിനിടയ്ക്ക് ഏതാ മുത്തശ്ശി കഥയിൽ അഭിനയിച്ചത് വിനീത്, ഗണേഷ് കുമാർ, നിരോഷ, അതായത് രാധികയുടെ അനിയത്തി, അവരൊക്കെയാണ് ചെയ്തത്. അദ്ദേഹം 1 മുതൽ 0 വരെ എന്ന് പറയുന്ന സിനിമയുടെ സഹസംവിധായകനായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും പടം ചെയ്യുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ ആഗ്രഹം. പക്ഷെ ദിലീപേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയതേ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഈ സൈനൊക്കെ അങ്ങനെ പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അഭിനയമാണോ ഡയറക്ഷൻ ആണോ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത്? അഭിനയമാണ്. ഈ പറഞ്ഞ പോലെ അഭിനയം കിട്ടാൻ വേണ്ടി അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതാ. രാജീവ് കുമാർ ഉള്ളത് കൊണ്ട് ഒരു എൻട്രി കിട്ടിയതാ. രാജീവ് കുമാർ ഞങ്ങളുടെ കാലത്ത് ഉള്ള ഒരു മിമിക്ക, മിമിക്സ് ട്രൂപ്പ് ഉണ്ടല്ലോ, സൂപ്പർ മിമിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കാറ്റേ എന്നുള്ള പാട്ട് പാടിയ ബാലചന്ദ്രൻ അവരൊരു ടീമാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാല് പുള്ളിക്ക് ഒരു ട്രൂപ്പ് ഉണ്ട് അവിടെ. ആ സമയത്താണ് കലാഭവൻ തുടങ്ങുന്നത് മിമിക്സ് പീരീഡ്. അപ്പോൾ പുള്ളി മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്തത്, നമ്മുടെ ട്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം പുള്ളിയുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്ത് പുള്ളി നടത്തി. കലാഭവന്റെ പ്രോഗ്രാം അവിടെ സെനറ്റ് ഹാളിൽ ബുക്ക് ചെയ്ത് നടത്തി. രാജീവ് കുമാർ ആരും ചെയ്യില്ല അങ്ങനെ. അപ്പം ഞാൻ MG റോഡിൽ കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പുതിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്. പുള്ളി പത്മ ജംഗ്ഷൻ്റെ അവിടെ നിൽക്കുക, സൈക്കിളിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, ഏതാ ട്രൂപ്പ്? ഞാൻ പറഞ്ഞു, പോസ്റ്റർ കണ്ടില്ല ഇവിടെയൊക്കെ? പറഞ്ഞില്ല, കണ്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി ഞാൻ സൈക്കിൾ ചവിട്ടി ഷേണാസിൻ്റെ അടുത്ത് എത്തിയപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ഞാൻ തന്നെ തലേദിവസം വന്ന് ഒട്ടിക്കുന്നതൊക്കെ ചേട്ടനാണ് നടത്തുന്നത്. അപ്പോൾ കാണിച്ചു കൊടുത്താൽ ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്തിരിക്കും.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ബുക്ക് ചെയ്യണം, നമുക്കൊരു ട്രൂപ്പുണ്ട്, പുള്ളിക്കൊരു ട്രൂപ്പുണ്ട്, ആകെ 2 ട്രൂപ്പേ ഉള്ളൂ ഇവിടെ. പക്ഷെ പുള്ളി ആ വാക്ക് പാലിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പം ആ പരിപാടി നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു രാജീവ് കുമാർ, ഇൻസ്പയർ ചെയ്യുന്നു. സെനറ്റ് ഹാളില്, നിസ്സാര ഓഡിറ്റോറിയത്തിലല്ല, സെനറ്റ് ഹാളില് ഏറ്റവും നല്ല ഗംഭീരമായിട്ട് മിമിക്സ് പീരീഡ് പുള്ളി നടത്തി. ഭയങ്കര പരിപാടി. പുള്ളിക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതിൽ നിന്നുള്ള പരിചയത്തിൽ നിന്നാണ് സൈനിക്കാനെ ഈ പറഞ്ഞ 1 മുതൽ 0 വരെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഡയറക്ഷൻ പരിപാടികളിലോട്ടുള്ള ആഗ്രഹങ്ങളല്ല. അൻസാർക്ക് മാത്രമേ അന്ന് ആ കൂട്ടത്തിൽ ഈ പരിപാടി അഭിനയമാണ്. അഭിനയമായിരുന്നു എനിക്ക്. ഞാൻ പോക്കോയിൽ അഭിനയിച്ചിട്ടാണ് സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ പതുക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മാഗസീനിലും ലൈബ്രറി, മൗലാന ആസാദ് ലൈബ്രറി നമ്മുടെ ലൈബ്രറി ഉണ്ടായിരുന്നു കൊച്ചിയിൽ, കൈയെഴുത്ത് മാസികയും അതിലൊക്കെ എഴുതുകയും അങ്ങനെ എഴുത്ത് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ക്രമേണ ഈ മ്യൂസിക് പരേഡ് എന്നുള്ള കഥ ആദ്യമായിട്ട് എഴുതുന്നത്. ഞാൻ ഈ അൻസാർ കഥ എഴുതിയപ്പോഴേ നമ്മുടെ ഡയറക്ടർ സിദ്ദീഖിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ അൻസാർ കഥ എഴുതണ്ടെന്ന് പറഞ്ഞു. സിദ്ദീഖ് അല്ലെങ്കിൽ അവനൊരു കഥയില്ലാത്തവനാണ്. പിന്നെ നമ്മൾ ഈ ഓഡിയോ കാസറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അന്ന് ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 500 രൂപ. അന്നൊക്കെ പ്രോഗ്രാമിന് കിട്ടുന്ന 100 രൂപയാണ്. അപ്പോൾ 500 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. അങ്ങനെ ആ സമയത്ത് 500-600 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാസറ്റിന് ഭയങ്കര സെയിലാണ്. അപ്പോൾ ഈ വി ഡി രാജപ്പൻ്റെ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞാൽ 20,000 രൂപ 25,000 രൂപയാണ് ഒരു കാസറ്റിന് ചാർജ് ചെയ്യുന്നത്. സാംബശിവൻ്റെ ഒക്കെ ഭയങ്കര റേറ്റാണ്. അവരത്രയും ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് സിദ്ദിഖും ലാലും സൈനുദ്ദീനും കൂടെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ മാസ്റ്ററും കൊണ്ട് പോവുക ഒരു പ്രശസ്തനായ ഒരു ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്. സൈനുദ്ദീൻ പറഞ്ഞു റേറ്റൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 1000 രൂപ പ്രതീക്ഷിച്ചു. കാരണം 500ൻ്റെ ലെവലിലാണല്ലോ നിൽക്കുന്നത്. പുള്ളി പറഞ്ഞു 20,000 രൂപ എന്ന് പറഞ്ഞു. 20,000 രൂപ മാസ്റ്ററിന് സൈനുദ്ദീൻ പറഞ്ഞു. അപ്പോൾ ഉടനെ 20,000 രൂപ. പിന്നെ നിങ്ങളിപ്പോൾ 25,000 ഒക്കെ കൊടുത്ത് എടുക്കണല്ലേ, നമ്മുടെയും കാസറ്റ് അതുപോലെ പോണല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ മിമിക്രി എന്ന് പറയുന്നത് ആ സമയത്ത് വന്നിട്ട് ഇപ്പം അന്ന് എന്തിനാ ഇപ്പൊ 40-44 കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊരു കലയാണെന്ന് അംഗീകരിക്കാനോ എത്ര പാടുപെട്ടിട്ടാണ് നമ്മളിപ്പോ കേരള സംഗീത നാടക അക്കാദമി ഇത് കലയായിട്ട് അംഗീകരിച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയത്. അത് മാത്രമല്ല ഒരു നല്ല അസോസിയേഷൻ തുടങ്ങി. അതെ, സംഘടന തുടങ്ങി. അതാണ്, അതൊക്കെ നന്നായില്ലേ? അതെ, അസോസിയേഷൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലും ഇതിനൊരു നല്ല ആർട്ട് ഫോം ആയിട്ട് അംഗീകരിച്ച് പുറത്തേക്ക് വരിക എന്നൊക്കെ ഗാനമേള, നാടകം എന്നൊക്കെ പറയുന്ന പോലെ മ്യൂസിക് പരേഡ് എന്നൊരു പരിപാടി ഒരു ശാഖയായി മാറിയല്ലോ. രാജേട്ടാ, അപ്പോൾ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. യാദൃശ്യമായിട്ട് വന്ന മുഖസാദൃശ്യം സൈനികയുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഒരു ഫോട്ടോയിൽ പോലും ഈ സയാമി സെക്ടറുകളിൽ നിങ്ങളെ ഒരു ഓട്ടോറിക്ഷ കയറ്റാൻ പാടുപെടുകയാണ്. ഇപ്പൊ നമ്മൾ ആ ഫോട്ടോ കാണുമ്പോഴാണ് ഇങ്ങനെ ഓട്ടോറിക്ഷ കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, കയറ്റുന്നതായിട്ട് അല്ലേ? അതെ അതെ. അപ്പൊ അത്രയും ദിവസം ഒന്നിച്ച് അഭിനയിച്ച ഓർമ്മകൾ, നേരത്തെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരുപാട് അധ്വാനിച്ച കായികാധ്വാനം വേണ്ടി വന്ന ഒരു സിനിമയായിരുന്നു. അതെ, അതിൽ ഒപ്പം അഭിനയിച്ച ആളാണ് സൈനിക. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായിട്ട് ഞങ്ങളോടൊപ്പം കൂടിയതിന്, സമയം മാറ്റിവെച്ചതിനെല്ലാം ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പിന്നെ ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേദി ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഏതോ ഒരു പടത്തിന് കോമ്പിനേഷൻ ഇല്ല, എന്തോ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പഞ്ചവർണ്ണ ഏതോ ഒരു പടം, എന്റെ പടത്തിന്റെ ലൊക്കേഷൻ ഇവൻ തന്നെയാണോ? അതെ അതെ. അങ്ങനെയല്ല, രമേശ് എനിക്ക് ഒരു ചാൻസ് തന്നു, ഒരു പടം അവർ അഭിനയിക്കാൻ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കണില്ല, എന്റെ വേഷം വേറെ ആൾക്ക് കൊടുക്കുന്ന പറഞ്ഞു ഞാൻ അത് മാറ്റി കൊടുത്തു. അല്ലേ, ശരിയല്ലേ? ഇവൻ സിനിമയിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അറിയോ, ആദ്യം അഭിനയിക്കാൻ എന്റെ സിനിമയില വലത്തോട്ട് ഞാൻ അവരൊക്കെ അബദ്ധം മാത്രമേ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു. താങ്ക് യു.